എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജെയിംസ് മണിവല. സെറ്റ് മലയാളം പരീക്ഷ അടുത്ത് വരുന്നു. 2025 ജനുവരിയിൽ നടക്കാൻ പോകുന്ന സെറ്റ് മലയാളം പരീക്ഷയോട് ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ നിങ്ങൾക്ക് വേണ്ട പരിശീലനം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നൽകുന്നു. മലയാളത്തോട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഈ രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന ചോദ്യങ്ങൾ. ഒന്ന്, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഈ രണ്ട് വിധത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, ഇത് ഭാഷാശാസ്ത്രത്തോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. വ്യാകരണത്തോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിട്ടല്ല. വാക്കുകളും വ്യാകരണ നിയമങ്ങളും എല്ലാം ചേർന്ന ഭാഷാ സ്വരൂപമേത് എന്നുള്ളതാണ്. തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ഭാഷാശാസ്ത്രത്തോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭാഷാശാസ്ത്രത്തോട് ബന്ധപ്പെട്ട നവീന കാലഘട്ടത്തിലെ സംരചനാത്മക പ്രചനക വ്യാകരണത്തിൻ്റെ ആവിഷ്കർത്താവായ നോം ചോംസ്കിക്കും അദ്ദേഹത്തിന് മുമ്പ് ബ്ലൂംഫീൽഡിനെ പോലെയുള്ളവർക്കും ഒക്കെ വഴികാട്ടിയായി തീർന്ന ഒരു പാശ്ചാത്യ ഭാഷാ ചിന്തകനുണ്ട്. അദ്ദേഹമാണ് F.D. സസൂർ എന്ന ഭാഷാധ്യാപകൻ. ഫെർഡിനാൻഡ് ഡി സസൂർ. അദ്ദേഹം വാക്കുകളും വ്യാകരണ നിയമങ്ങളും എല്ലാം ചേർന്ന ഭാഷാ സ്വരൂപത്തിന് നൽകിയിട്ടുള്ള ഒരു പേരുണ്ട്. ആര് നൽകിയിട്ടുള്ള പേരെന്ന് ചോദ്യത്തിൽ നിന്ന് വ്യക്തമല്ല. മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായത്. അപ്പൊ ഇത് ആര് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ കൃത്യമായിട്ടത് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്കേ പറ്റുള്ളൂ. ഇത് പറയുന്നത് സസൂറാണ്. അദ്ദേഹം ഭാഷ പ്രയോഗിക്കുന്ന ഒരാളുടെ, ഭാഷാപ്രയോക്താവിൻ്റെ, അയാളുടെ മനസ്സിൽ കുടികൊള്ളുന്ന ഭാഷ എങ്ങനെ പ്രയോഗിക്കണം എന്നതിനെ സംബന്ധിക്കുന്ന അവബോധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് വാക്കുകളും വ്യാകരണ നിയമങ്ങളും എല്ലാം ചേർന്ന ഭാഷാ സ്വരൂപം. അതിനെ സംബന്ധിക്കുന്ന അവബോധം, അതിന് സസൂർ നൽകുന്ന പേരാണ്, സംജ്ഞയാണ് ലാങ് എന്ന് പറയുന്നത്. ലാങ്. കറക്റ്റ് ആൻസർ ഈസ് ലാങ്. പരോൾ എന്ന് പറയുന്നത് ഈ ലാങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ, ഏതാണ് ലാങ്? വാക്കുകളും വ്യാകരണ നിയമങ്ങളും എല്ലാം ചേർന്ന ഭാഷാ സ്വരൂപമാണ് ലാങ്. ആ ലാങ്ങിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരാളുടെ ഭാഷാ പ്രയോഗമാണ്. ഇപ്പൊ ഭാഷയുടെ പ്രയോഗതലമാണ്. അതാണ് ഭാഷാ പ്രയോഗമാണ്. അതിന് അദ്ദേഹം നൽകുന്ന പേരാണ് പരോൾ. പരോൾ. ഇപ്പോൾ വാക്കുകളുടെയും വ്യാകരണ നിയമങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഭാഷാ സ്വരൂപം, ഭാഷാവബോധം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കപ്പെടുന്ന ഭാഷാ പ്രയോഗമേത് എന്ന് ചോദിച്ചാൽ അത് പരോളാണ്. കേട്ടോ? യെസ്. സൂചകവും സൂചിതവും ഒക്കെ ഉച്ചരിത ശബ്ദവും ആ ശബ്ദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന ആശയവും ഒക്കെയാണ്. സൂചകം, ശബ്ദം, സൂചിതം, ആശയം. കേട്ടോ? അപ്പം ഈ പറഞ്ഞ 4 ടേമുകളും പരോൾ, ലാങ്,
സിഗ്നിഫയർ, സിഗ്നിഫൈഡ്, ഇതെല്ലാം FD സസൂറിൻ്റെ ഭാഷാ നിരീക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ഉത്തരം ലാങ് എന്നുള്ളതാണ്. ലാങ്. കറക്റ്റ് ആൻസർ ഈസ് ബി. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ്. ഇത് വളരെ പ്രശസ്തമാണ്. ദൈവമേ കാത്തുകൾ ഗംഗ് കൈവിടാതിന്നു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കോരാവി വന്തോണി നിൻ പദം. ദൈവദശകത്തിന്റെ കർത്താവാര് എന്നുള്ളതാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ. വളരെ ലളിതമായൊരു ചോദ്യമാണ്. അത് ശങ്കരാചാര്യരാണോ, ചട്ടമ്പിസ്വാമികളാണോ, കുമാരനാശാനാണോ, ശ്രീനാരായണ ഗുരുവാണോ എന്നുള്ളതാണ്. ഇത് ശ്രീനാരായണ ഗുരുവാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിവുള്ള കാര്യമാണ്, അല്ലേ? നിങ്ങൾക്കും അറിവുള്ള കാര്യമാണല്ലോ. അത് ദൈവദശകം രചിച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരു ആണ്. സോ ദി കറക്റ്റ് ആൻസർ ഈസ് എ, ശ്രീ നാരായണ ഗുരു. ഓക്കെ ഓക്കെ. അടുത്തത്, അരങ്ങു കാണാത്ത നടൻ. ഒരാളുടെ ആത്മകഥയാണ്. ആരുടെ ആത്മകഥയാണത് എന്നുള്ളതാണ് ചോദ്യം. ആരുടെ ആത്മകഥയാണ് അരങ്ങു കാണാത്ത നടൻ? 4 പേരുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. തിക്കൊടിയൻ, തോപ്പിൽ ഭാസി, കാമ്പിശ്ശേരി കരുണാകരൻ, NN പിള്ള. നാടക പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട പേരുകളാണ് ഇവിടെ നമ്മൾ കേൾക്കുന്നത്. തിക്കൊടിയൻ എഴുതിയിട്ടുള്ള ആത്മകഥയാണ് അരങ്ങ് കാണാത്ത നടൻ. സോ ദി കറക്റ്റ് ആൻസർ ഈസ് എ, തിക്കൊടിയൻ. അരങ്ങ് കാണാത്ത നടൻ ആരുടെ ആത്മകഥയാണ്? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഇതിനിടയിൽ അങ്ങനെ അല്ലാത്ത ചോദ്യങ്ങളും കടന്നു വരുന്നുണ്ട്. ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കഥയാണ്, തിരുത്ത്. ഈ കഥ എഴുതിയത് ആരാണെന്നുള്ളതാണ് ചോദ്യം. ഇതാണ് മുമ്പ് ചോദിച്ച ചോദ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു. മലയാളത്തിലെ 4 പ്രശസ്തരായ കഥാകൃത്തുക്കളുടെ പേരുകൾ ഇവിടെ ചോയ്സിൽ തന്നിട്ടുണ്ട്. ചെറുകഥകൾ മാത്രം എഴുതിയിട്ടുള്ള ടി പത്മനാഭൻ അടക്കം 4 പേരുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തിരുത്തെന്ന പേരിൽ പ്രസിദ്ധമായ കഥ എഴുതിയതാരെന്നുള്ളതാണ് ചോദ്യം. തിരുത്തെന്ന പേരിൽ ഉത്തരാധുനിക കവിതയിൽ ഒരു കവിത നമ്മൾ കാണുന്നുണ്ട്, പേര് തിരുത്തെന്ന. അത് എഴുതിയിട്ടുള്ളത് PP രാമേന്ദ്രന്. PP രാമേന്ദ്രന്റെ തിരുത്തെന്ന കവിത. പക്ഷെ ഇവിടെ കഥയാണ്, ആ കവിതയ്ക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ഒരു ഏകദേശം 30 വർഷങ്ങൾക്കപ്പുറം എഴുതപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് തിരുത്ത്. ആ തിരുത്തെന്ന കഥയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഇന്ത്യയിലെ ഒരു ചരിത്ര സംഭവത്തോട് ബന്ധപ്പെട്ട ഒരു കഥയാണത്. അത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു എന്നുള്ളതാണ് ആ ചരിത്ര സംഭവം. ആ ചരിത്ര സംഭവത്തോട് ബന്ധപ്പെട്ട ഒരു പത്രമാഫീസിനോട് ബന്ധപ്പെട്ട ഒരു കഥ, അതാണ് തിരുത്ത്.
അത് എഴുതിയിട്ടുള്ളത് NS മാധവനാണ്. NS മാധവനാണ് അത് എഴുതിയിട്ടുള്ളത്. ഇക്കൊല്ലത്തെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള കവിയല്ല, കഥാകൃത്ത്, നോവലിസ്റ്റ് NS മാധവൻ. അദ്ദേഹത്തിൻ്റെതാണ് തിരുത്തുന്ന കഥ. മറ്റൊരു ചരിത്ര സന്ദർഭത്തോട് ബന്ധപ്പെട്ടും ഇദ്ദേഹം ഒരു കഥ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ചരിത്ര സംഭവം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നു. അതേ തുടർന്ന് ഉത്തരേന്ത്യയിൽ സിഖുകാർക്ക് അനുഭവപ്പെട്ട, അവർക്ക് നേരിടേണ്ടി വന്ന ഒരു വലിയ അരക്ഷിതത്വം, അത് പ്രമേയമാക്കി NS മാധവൻ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേരാണ് വൻമരങ്ങൾ വീഴുമ്പോൾ. വൻമരങ്ങൾ വീഴുമ്പോൾ. ഈ രണ്ട് കഥകൾ ഓർത്തിരിക്കുക, തിരുത്തിനോട് ബന്ധപ്പെട്ട്, അതുപോലെ ഒരു ഇന്ത്യൻ ചരിത്ര സന്ദർഭത്തോട് ബന്ധപ്പെട്ട കഥ കൂടി അദ്ദേഹത്തിൻ്റെതായിട്ട്, NS മാധവൻ്റെതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. തിരുത്ത് NS മാധവൻ, ഇന്ത്യൻ ചരിത്ര സന്ദർഭത്തോട് ബന്ധപ്പെട്ട കഥ. മറ്റൊരു കഥ കൂടി അതാണ് അദ്ദേഹത്തിൻ്റെതുണ്ട്, അതാണ് വൻമരങ്ങൾ വീഴുമ്പോൾ എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൻ്റെ മൂലകൃതി ഏത്? എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൻ്റെ മൂലകൃതി ഏത്? ഇന്ത്യയിലെ പ്രാദേശിക സാഹിത്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള രാമായണ കഥകൾക്കെല്ലാം സംസ്കൃതത്തിലുണ്ടായിട്ടുള്ള ഏതെങ്കിലും രാമായണ കൃതി മൂലകൃതിയായിട്ട് തീരുന്നുണ്ട്. ഇപ്പോൾ വാൽമീകി രാമായണം മലയാളത്തിൽ പല കൃതികൾക്കും മൂലകൃതിയാണ്. ഇന്ത്യൻ പ്രാദേശിക ഭാഷകളിലെ പല രാമായണ കാവ്യങ്ങൾക്കും വാൽമീകി രാമായണം മൂലകൃതിയാണ്. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ആ കൃതിക്ക് മൂലകൃതി ഏത് എന്നുള്ളതാണ് ആ കൃതിയുടെ മൂലകൃതി. എഴുത്തച്ഛൻ്റെ ഭാരതം കിളിപ്പാട്ട്, അതിൻ്റെ മൂലം എന്ന് പറയുന്നത് വ്യാസന്റെ മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസ കൃതിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് മൂലകൃതി, എഴുത്തച്ഛൻ്റെ ഭാരതം കിളിപ്പാട്ടിൻ്റെ. പക്ഷെ അധ്യാത്മരാമായണം എഴുത്തച്ഛൻ്റെ വാൽമീകി രാമായണം എന്നല്ലല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, അതിൻ്റെ മൂലകൃതി വാൽമീകി രാമായണമാണോ? അല്ല. തുളസീദാസ രാമായണമാണോ? അല്ല. കമ്പരാമായണം തമിഴിലുണ്ടായിട്ടുള്ളത് അതാണോ? അല്ല. അധ്യാത്മരാമായണം എന്നൊരു കൃതി സംസ്കൃതത്തിൽ ഉണ്ട്. സംസ്കൃതത്തിലുണ്ട് അധ്യാത്മരാമായണം. ആ അധ്യാത്മരാമായണം എഴുതിയതാര് എന്ന് ചോദിച്ചാൽ 3 പേരുടെ പേര് തന്നിട്ട് 4ാമത് അജ്ഞാതകർത്തൃകം എന്ന് കൊടുക്കാം. ആരാണ് എഴുതിയതെന്ന് അറിഞ്ഞുകൂടാ. അധ്യാത്മരാമായണം എഴുതിയ ആളിൻ്റെ പേരറിഞ്ഞുകൂടാ. അജ്ഞാതകർത്തൃകമാണ്, കർത്താവാരെന്ന് അറിഞ്ഞുകൂടാത്ത കൃതിയാണ്. ആരാണ് എഴുതിയതെന്ന് അറിയാൻ പറ്റും. എന്തുകൊണ്ട് അധ്യാത്മരാമായണത്തെ എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ തീരുമാനിച്ചു, സ്വീകരിച്ചു? വാൽമീകി രാമായണത്തെ അല്ല പരിഭാഷപ്പെടുത്തിയത്. അതിൻ്റെ കാരണം അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല, എങ്കിൽ പോലും ഒരു സൂചന തരാം. വാൽമീകി രാമായണത്തിലെ രാമൻ ഒരു ആദർശ പുരുഷൻ, ആദർശ രാജാവ് മാത്രമാണ്, ഒരു മാതൃകാ പുരുഷോത്തമൻ മാത്രമാണ്. പക്ഷെ അധ്യാത്മരാമായണത്തിലെ രാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്. അപ്പൊ കേരളീയരിൽ ആധ്യാത്മിക ചിന്ത രൂപപ്പെടുത്തുന്നതിന് വേണ്ടി, സന്മാർഗത്തിന്റെ പാതയിലേക്ക് കേരളീയരെ നയിക്കുന്നതിന് വേണ്ടി എഴുത്തച്ഛൻ ബോധപൂർവം രാമനെ വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് അവതരിപ്പിക്കുന്ന അധ്യാത്മരാമായണത്തെ പരിഭാഷയ്ക്ക് വേണ്ടി
സ്വീകരിച്ചിട്ടുള്ളതാണ് എന്ന് നിരൂപകർ അഭിപ്രായപ്പെടുന്നു. യെസ്, ഇവിടെ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ മൂലകൃതി സംസ്കൃതത്തിലെ അധ്യാത്മരാമായണം തന്നെ, പക്ഷെ അത് അജ്ഞാതകർത്തൃകമാണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുഞ്ചൻ നമ്പ്യാർക്ക് സമകാലീനായിരുന്ന കവി ആരാണ്? യെസ്, ഇവരിൽ കുഞ്ചൻ നമ്പ്യാർക്ക് സമകാലീനായിരുന്ന കവി 18-ാം നൂറ്റാണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലേ? യെസ്, മാർത്താണ്ഡവർമ്മയുടെയും കാർത്തിക തിരുനാളിൻ്റെയും ഒക്കെ കാലഘട്ടം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാവ്യരചനയുടെ ഏറ്റവും പുഷ്കലമായ കാലഘട്ടമെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. യെസ്, അദ്ദേഹത്തിൻ്റെ സമകാലീനായിരുന്ന ഒരു കവി തിരുവനന്തപുരത്ത് നമ്പ്യാർ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആശ്രിതനായിട്ട് ഇങ്ങനെ കഴിയുന്ന കാലത്ത് അതേപോലെ തന്നെ മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നു. അതാരായിരുന്നു എന്നുള്ളതാണ് ഈ ചോദ്യം. യെസ്, ചെറുശ്ശേരി അല്ല, കാലഘടന ശരിയല്ലല്ലോ. 15-ാം നൂറ്റാണ്ടല്ലേ അദ്ദേഹം. മാധവപ്പണിക്കർ, നിരണം കവികളിൽ മാധവപ്പണിക്കർ. കുട്ടവത്ത്, മഹാകവി കുട്ടവത്ത് അല്ല, ഉണ്ണായി വാര്യർ. കറക്റ്റ് ആൻസർ ഈസ് സി, ഉണ്ണായി വാര്യർ. കുഞ്ചൻ നമ്പ്യാരുടെ സമകാലീനനായിരുന്ന കവി ഉണ്ണായി വാര്യർ ആണ്. കറക്റ്റ് ആൻസർ ഈസ് സി. അടുത്ത ചോദ്യം, ഒരു നോവലിലെ ഒരു കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞിട്ട് ഈ കഥാപാത്രം ഏത് നോവലിലേതാണെന്നുള്ളതാണ് ചോദ്യം. ഇതുപോലെ 4 നോവലുകളുടെ പേരും ആ നോവലുകളിലെ കഥാപാത്രങ്ങളുടെ പേരും തന്നിട്ട് ചേരുംപിടി ചേർക്കാൻ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സെറ്റ് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. വിവിധ നോവലുകൾ, ആ നോവലുകളിലെ പ്രശസ്തരായ കഥാപാത്രങ്ങൾ. ഇപ്പം ഖസാക്കിൻ്റെ ഇതിഹാസം, രവി, ആ രീതിയിൽ വിവിധ നോവലുകൾ തന്നിട്ട് അതിലെ കഥാപാത്രങ്ങളെ ചേരുംപിടി ചേർക്കാൻ വേണ്ടി തരാം. പക്ഷെ ഇവിടെ അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് കേട്ടോ, നേരിട്ട് ചോദിക്കുന്നു. വൈത്തിപ്പട്ടർ. അതുപോലെ ചോദിക്കാം ചന്ദ്രക്കാരൻ. കേട്ടോ, ചന്ദ്രക്കാരൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? ധർമ്മരാജ. വൈത്തിപ്പട്ടർ ഏത് നോവലിലെ കഥാപാത്രമാണ്? ചന്തുമേനോന്റെ ശാരദ എന്ന നോവലിലെ കഥാപാത്രമാണ് വൈത്തിപ്പട്ടർ. സൂര്യനമ്പൂതിരിപ്പാട് ഏത് നോവലിലെ കഥാപാത്രമാണ്? ഇന്ദുലേഖയിലെ കഥാപാത്രമാണ്. പഞ്ചുമേനോൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഇന്ദുലേഖയിലെ കഥാപാത്രമാണ്. വൈത്തിപ്പട്ടർ ഏത് നോവലിലെ കഥാപാത്രം? കുന്തലത, അയൽക്കാർ, ശാരദ, ഇന്ദുലേഖ. അപ്പു നെടുങ്ങാടി, പി കേശവദേവ്, ചന്തുമേനോൻ കേട്ടോ. 3ഉം 4ഉം ചന്തുമേനോന്റെ നോവലുകൾ. അപ്പു നെടുങ്ങാടി, പി കേശവപിള്ള കേട്ടോ. ശാരദയിലെ കഥാപാത്രമാണ് വൈത്തിപ്പട്ടർ. ശാരദയിലെ കഥാപാത്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധ്വനി ദർശനം അവതരിപ്പിച്ചത് ആര്? 4 പൗരസ്ത്യ ആലങ്കാരികരുടെ, പൗരസ്ത്യ സാഹിത്യ മീമാംസകരുടെ പേരുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ദണ്ഡി, വാമനൻ, ഭരതമുനി, ആനന്ദവർദ്ധനൻ. കറക്റ്റ് ആൻസർ ഈസ് ഡി, ആനന്ദവർദ്ധനൻ. ധ്വനി ദർശനം അവതരിപ്പിച്ചിട്ടുള്ളത് ആനന്ദവർദ്ധനാണ്. ഡി. എസ്.കെ. പൊറ്റക്കാടിന്റെ ഏത് നോവലിനെ പുരസ്കരിച്ചാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം നൽകിയത്? 4 കൃതികളുടെ പേരുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. റാംബോ, ഒരു തെരുവിന്റെ കഥ, ഒരു ദേശത്തിന്റെ കഥ, വിഷകന്യക, ഒരു ദേശത്തിന്റെ കഥ. സി. ക്വസ്റ്റ്യൻ ഈസ് ഡയറക്റ്റ്, നേരിട്ട് നമുക്കതിൻ്റെ ഉത്തരം വലിയ ആലോചനകളില്ലാതെ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. യെസ്, കറക്റ്റ് ആൻസർ ഈസ് സി. അടുത്തത്, കേരള സംസ്കാര നിഘണ്ടു രചിച്ചതാരാണ്? കേരള സംസ്കാര നിഘണ്ടു കഴിഞ്ഞ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം, 2022 എഴുത്തച്ഛൻ പുരസ്കാരം അദ്ദേഹത്തിനായിരുന്നു. അതാരെ
അതിൻ്റെ അത് നമുക്ക് മനസ്സിലാക്കാം. എസ്.കെ. വസന്തനാണ്, വസന്തൻ മാഷാണ്. എസ്.കെ. വസന്തൻ കറക്റ്റ് ആൻസർ. കേരള സംസ്കാര നിഘണ്ടു. ഇളംകുളം കുഞ്ഞൻപിള്ള, M.G.S. നാരായണൻ, M.R. രാഘവര്യർ മഹാപണ്ഡിതന്മാരായ സാംസ്കാരിക ചിന്തകരും ചരിത്രകാരന്മാരും ഒക്കെയാണ് ഈ പറയുന്ന ആദ്യത്തെ 3 പേരും കേട്ടോ. കേരള സാംസ്കാരിക ചരിത്രത്തിനും സാഹിത്യ ചരിത്രത്തിനും ഈ 3 പേരും, ആദ്യത്തെ 3 പേരും നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്, വളരെ വിലപ്പെട്ടതാണ്. M.G.S.ഉം M.R. രാഘവവാര്യരും ഇളംകുളം കുഞ്ഞൻപിള്ളയും. വസന്തൻ മാഷ് ഒരു കവി എന്നുള്ള നിലയിൽ, സാഹിത്യ നിരൂപകൻ എന്നുള്ള നിലയിൽ, കേരള സംസ്കാര നിഘണ്ടുകാരൻ എന്നുള്ള നിലയിൽ വളരെ ശ്രദ്ധേയനാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഇനി നോക്കി, ഇത് വൃത്തത്തോട് ബന്ധപ്പെട്ടാണ്. വൃത്തത്തോട് ബന്ധപ്പെട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് കാണുന്നു. അലങ്കാരത്തോട് ബന്ധപ്പെട്ടും പഴയ സെറ്റ് ചോദ്യ പേപ്പറുകളിൽ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. യെസ്, അർത്ഥസമവൃത്തം ഏത്? സമവൃത്തം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സംസ്കൃത വൃത്തങ്ങളിൽ ഒരു ശ്ലോകത്തിലെ 4 വരിയും ഒരേ രീതിയിലുള്ള ഗണ വ്യവസ്ഥയും ഛന്ദസ്സും കടന്നു വരുന്നതാണ്. 4 വരിയും ഒരേ വൃത്തത്തിൽ, സമവൃത്തം. അർത്ഥസമവൃത്തം എന്ന് പറയുമ്പോൾ 1 3 2 4, സമവാദവും വിഷമവാദവും. 2 വരി ഒരേ വൃത്തം, 2 വരി വ്യത്യസ്തമായ വൃത്ത സ്വഭാവം, അർത്ഥസമവൃത്തം. വിഷമവൃത്തം 4 വരിയും 4 വൃത്തത്തിൽ വരുന്നു. ഇതിൽ അർത്ഥസമവൃത്തം ഏത് എന്നുള്ളതാണ്. കുസുമമഞ്ജരി അല്ല, ശാർദൂല വിക്രീഡിതം അല്ല, ഉദ്ഗത അല്ല, പുഷ്പിതാഗ്രയാണ്. പുഷ്പിതാഗ്രയാണ്, പുഷ്പിതാഗ്രയാണ് ഇതിൽ അർത്ഥസമവൃത്തം. ഓക്കെ. ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥ ഏത്? രാവണ വിജയം, നിവാദ കവിത കാലകേവതം, കീചകവധം, നളയരുതം. വളരെ പ്രശസ്തമായ ആട്ടക്കഥ ഇരയിമ്മൻ തമ്പിയുടേത് കീചകവധം ആണ് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കീചകവധം ഇരയിമ്മൻ തമ്പിയുടേത്. ശാകുന്തളത്തിൽ കാലത്തിന്റെ ദാസനായ കാളിദാസൻ ദുഷ്യന്തനെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണെന്ന് വാദിച്ച മലയാള വിമർശകൻ. വളരെ പ്രശസ്തമാണ്. കാളിദാസനും കാലത്തിന്റെ ദാസൻ എന്നുള്ളതാണ് ആ ലേഖനത്തിന്റെ പേര്. കാളിദാസനും കാലത്തിന്റെ ദാസൻ. നോക്കിയേ, കാലത്തിന്റെ ദാസൻ കാളിദാസൻ. അദ്ദേഹം ദുഷ്യന്തനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു, രാജത്വത്തെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു. ഒരു രാജാവിൻ്റെ ആശ്രിതനായിരുന്ന കവിയായിരുന്നു കാളിദാസൻ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം രാജത്വത്തെ വെള്ളപൂശുന്നു എന്ന് പറഞ്ഞു. ശാകുന്തളത്തോട് ബന്ധപ്പെട്ട് അത് മുണ്ടശ്ശേരിയാണ് കേട്ടോ. കാളിദാസനും കാലത്തിന്റെ ദാസൻ എന്നുള്ളതാണ് ആ ലേഖനത്തിന്റെ പേര്. യെസ്, സെറ്റ് പരീക്ഷ ജനുവരി 2025 നടക്കുന്നു. കോമ്പറ്റീറ്റീവ് ക്രാക്കർ CC നിങ്ങളോടൊപ്പം ഇതാ ഇവിടെ ഈ വിഷയങ്ങളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, കൊമേഴ്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ് എന്നീ വിഷയങ്ങളിൽ വേണ്ട പരിശീലനം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ട്. സെറ്റ് പരിശീലനം നിങ്ങൾക്ക് നൽകുന്നതിന് നിങ്ങളോടൊപ്പം CCയോടൊപ്പം ഞാനും ഉണ്ടാവും. തീർച്ചയായിട്ടും ഇതാ 30 ദിവസത്തെ ക്രാഷ് കോഴ്സ് വരുന്നു. ഈ ക്രാഷ് കോഴ്സിൽ സ്മാർട്ട് റിവിഷനിൽ നിങ്ങൾക്ക് പങ്കുചേരാം. ഏറ്റവും മികച്ച രീതിയിൽ പരിശീലനം നേടിക്കൊണ്ട് സെറ്റ് മലയാളം പരീക്ഷ എഴുതാം. മികച്ച നിലവാരത്തിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു.